ഇവിടെ വാസ്തു ശരിയല്ല, ഇങ്ങോട്ടിരിക്കാം. എക്സ്ക്യൂസ് മീ, ഇരിക്കാൻ കുറച്ച് സ്ഥലം തടോ. എടാ, നേരം വെളുക്കുന്നതിന് ഇവിടെ വന്ന് യുവമാരോട് വഴക്ക് കൂടി സ്ഥലം പിടിച്ചതാ. നീ വന്ന് പറയുമ്പോ തന്നെ സ്ഥലം മാറി തരാൻ പറ്റുമോ? പറയടാ. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ഷക്കീലെ പടം കാണാൻ പോയപ്പോ നിനക്ക് മാത്രം സീറ്റ് കിട്ടിയില്ല. എന്റെ മടിയിലിരുന്ന് സിനിമ കണ്ടത് നീ മറന്നുപോയോടാ? എടാ, കാശ് തന്ന ഞാനല്ലേ അവന്റെ മടിയിലിരുന്ന് സിനിമ. ശരി, അതൊക്കെ പോട്ടെ. നിനക്ക് ബസ് എത്ര മണിക്കാ? 8 മണിക്ക്. ഇപ്പൊ സമയം എത്രയായി? 8:10. നിങ്ങളുടെ ബസ് എത്ര മണിക്കാ? 10:30. എത്ര മണിക്ക് വന്നു? 3 മണിക്ക്. കണ്ടു പഠിക്കടാ. എടാ, അവന്റെ അച്ഛൻ 3ാമത് കെട്ടിയോണ്ട് അവനെ വീട്ടിൽ കയറ്റില്ല, അതുകൊണ്ട് ഇവിടെ വന്നിരിക്കുന്നു. എഴുന്നേറ്റ് പോടാ. ഡാ, മനുഷ്യരാണെങ്കിൽ കുറച്ച് ടിക്കേഷൻ വേണം. എടാ, അത് TD അല്ല, ഡെഡിക്കേഷൻ. ഈ സമയത്ത് ഗ്രാമർ ഒന്നും വേണ്ട. ശരി, വേണ്ട. നോക്ക്, എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കഠിനമായിട്ട് അധ്വാനിക്കണം. മനസ്സിലായോ? ഞാനൊന്ന് ഇരുന്നോട്ടെ, ബസ് വരാതെ. ഞാൻ ചെയ്യും. ഈ എന്റെ മടിയിലിരുന്നോ? അതൊന്നും പറ്റത്തില്ല. ബസ് വന്നു. സ്ഥലം വന്ന് വേഗം ഇറങ്ങ്. സുന്ദരിയായ ടീച്ചറെ എങ്ങനെയൊന്ന് വളയ്ക്കുക? എടാ, ചേട്ടന് പ്രേമലേഖനം എഴുതാനുള്ള മൂഡ് വന്നടാ. പേനയും പേപ്പറും എടുക്ക്. അക്ഷരങ്ങളെ പേനയുടെ ആവശ്യമുണ്ടോ? ഞാൻ പേന കൊണ്ട് എഴുതുന്നത് അറിയാമെങ്കിൽ വായിക്കാം. എഴുതടാ. ടീച്ചർ പോണോ? അടുത്ത എഴുതടാ. ഓ, കനവിലും നീയേ മനസ്സിലും നീയേ, ഞാൻ എന്നും നിന്നെ. കവിത പോലെ തന്നെ അമ്മയെന്ന് എഴുതിയ 5 അക്ഷരത്തിനുണ്ട്. അവനൊരു പണ്ടാര കവിത. സെക്രട്ടറി, ഈ ലെറ്റർ കൊണ്ട് ടീച്ചറെ കൊടുത്തു. ഐ ആം ബിസി. എന്റെ ബസ് വരാൻ സമയമായി. എനിക്ക് ഒരു ലവ് ലെറ്റർ എഴുതാനുണ്ട്. 4 അക്ഷരം നേരാൻ വണ്ണം പറയാൻ തന്നെ അറിയില്ല. നീയൊക്കെ എന്താ എഴുതാൻ പോവുക? മിണ്ടരുത്. ഞാൻ കൊടുക്കാം. താടിക്കാരെ വിശ്വസിക്കാൻ പാടില്ല. ഏയ്, ഞാനോ? വേഗം വാ. ഈ ലെറ്റർ. ഏയ്, നീ ആ ശിവശങ്കര കൗണ്ടറുടെ മകളല്ലേ? അതെയല്ലോ. ഏത് ക്ലാസ്സിലാ? 11th A. ആരാ ക്ലാസ് ടീച്ചർ? കല്യാണി. എന്റെ കല്യാണി. മനസ്സിലായി. ഓ, നമ്മുടെ കല്യാണിയല്ലേ. ഇത് പിടിക്കേ. എന്താ ഇത്? ലവ് ലെറ്റർ. ലവ് ലെറ്ററോ? ഞാൻ ഇവിടെ വായിക്കാം, പക്ഷെ എനിക്ക് ലവ് ചെയ്യാൻ പറ്റില്ല. ഒറ്റ അടിവെച്ചതല്ലോ. അമ്മയുടെ സാരിയുടെ തുമ്പി പിടിച്ച് അമ്മ മുട്ടായി വേണം എന്ന് പറയേണ്ട പ്രായത്തില് ലവ് ലെറ്റർ വേണം പോലും. ആശ കൊള്ളാലോ. ഇത് കല്യാണി ടീച്ചർക്കുള്ളതാ. അയ്യടാ, കല്യാണി ടീച്ചറിനെ കൊന്ന് കുഴിച്ചു മൂടിക്കളയും. അത് കൊള്ളാലോ. ഞാനും നിന്റെ അച്ഛനോട് പോയി പറയും, അങ്കിൾ നിങ്ങളുടെ മോള് ലവ് ലെറ്റർ ചോദിച്ചു. ഞാൻ എപ്പോഴാ ചോദിച്ചത്? ഇപ്പൊ ചോദിച്ചല്ലേ ഉള്ളൂ. ഇത് എനിക്കല്ലേ, ഇത് പോരെ? ഐശ്വര്യ, എന്താ നിന്റെ കയ്യില്? ലവ് ലെറ്റർ ആ ടീച്ചറേ. ഏയ് ഐശ്വര്യ, വരൂ ഇവിടെ. എല്ലാവരും പുറത്തു പോകൂ. നീ ഇവിടെ വാ. പെമ്പിള്ളേര് പുറത്തു പോകുമ്പോ അടങ്ങി ഒതുങ്ങി വേണം വരാൻ. അല്ലാതെ വായിൽ നോക്കി നടന്നാ ഇതുപോലെ ലെറ്ററൊക്കെ കിട്ടിയെന്ന് വരും. ടീച്ചർ, അത് എനിക്ക് വന്ന ലെറ്റർ അല്ല. പിന്നെ ആർക്കാ? ടീച്ചറിന് വന്നതാ. എനിക്കോ? ആരാ തന്നത്? ആ ജനലിന്റെ അവിടെ നോക്കിയേ. ഇവന്റെ അടുത്ത് എന്തിനാ നീ എഴുത്തു വാങ്ങിയേ? നിർബന്ധിച്ചു തന്നതാ ടീച്ചർ. നോക്ക്, ഞാൻ പറയുന്ന കേക്ക്. ഈ കാര്യം വേറെ ആരും അറിയരുത്, ഓക്കെ? ഇങ്ങോട്ട് വാ. മിസ് എന്ത് പറഞ്ഞു? നാളെ മിസ്സിനെ മിസ് ചെയ്യാതെ 10:30 സ്കൂളിലോട് വന്ന് നിൽക്കാൻ പറഞ്ഞു. ഗുഡ് ജോബ്.
വില കുറവാണ് ഒരു 500 ഉള്ളൂട്ടാ. നമ്മുടെ സിനിമാ താരങ്ങളൊക്കെ ഉപയോഗിച്ച അതേ ഡ്രസ്സുകൾ നമ്മൾ ലേലത്തിന് പിടിച്ച് നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരാണ് കേട്ടാ. ഇത്രയും മനോഹരമായ ഡ്രസ്സ് ഇട്ട് നിങ്ങൾ റോഡും മോടെ നടന്ന പെമ്പിള്ളേര് നിങ്ങളുടെ പിന്നാലെ പാഞ്ഞു വരും കേട്ടാ. ഇങ്ങോട്ട്. This way. Yeah. Yes, come on. അല്ല ചന്ദ്രശേഖര എന്തുട്ട് വേഷാത്? താനെന്താ സർക്കസിൽ ചേർന്നോ? അത്യാവശ്യമായിട്ട് ജർമ്മനി വരെ പോവാ. ജർമ്മനിയാ? ആ, തന്നെ. എന്റെ പരമോൻ അവിടുത്തെ എയർപോർട്ടിലെ ബോണ്ട വെപ്പനെയാ. അവനെ കാണുമ്പോ അവനെന്താ പറഞ്ഞു കേട്ടില്ലേ? അവനെ ഞാൻ കൊല്ലും. ഓട്രാ. ആ ഇന്ന് നിന്റെ ലവേഴ്സ് ഡേ അല്ലടാ? സത്യമാണ്. ആ വന്നേ വന്നേ കല്യാണി. എടാ 9:30 മിനിയും സ്കൂളിന്റെ ഗേറ്റ് തുറന്നിട്ടില്ലല്ലോ. ഒരു സീരിയസ്നെസ് ഇല്ല ഇവർക്ക്. എടാ ചെറുക്ക 10 കഴിഞ്ഞാലും ഇന്ന് സ്കൂൾ തുറക്കില്ല. സ്കൂളിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എടാ മണ്ടന്മാരെ, ഇന്ന് ഒക്ടോബർ 2 ഗാന്ധി ജയന്തി. ഗാന്ധി ജയന്തിക്ക് ബിവറേജിനല്ലേ അവധി? സ്കൂളിന് അവധിയാണ്. നിന്റെയൊക്കെ തല കാണുന്നതിന് മുമ്പേ ആ പാവം പോയി രക്ഷപ്പെട്ടത് നന്നായി. പകരമായിട്ട് താനുണ്ടല്ലോ അവിടെ. എടാ മോനെ ചന്ദ്രു, അവൻ തന്നെ അത്. വാ ഡാഡി മൈ ലവ്ലി ഡാഡി. എടാ മോനെ, ഞാനും നിന്റെ വല്യച്ഛനും കൂടെ ബാങ്കിൽ ഒരു ലോൺ അപേക്ഷിക്കാൻ വേണ്ടി പോവാ. മോനെ ഈ കാളയെ കൂട്ടിക്കൊണ്ടുപോയി വല്യച്ഛന്റെ തോട്ടത്തിൽ കെട്ടണം. ഡാഡി, വില കൂടിയ ഡ്രസ് ഇട്ടിരിക്കുന്നതുകൊണ്ട് ഞാനൊന്നും ചെയ്തില്ല. അല്ലെങ്കിൽ ഇപ്പൊ കാണാറുണ്ട്. എന്ത് പറ്റിയടാ? ഡീസന്റ് ആയിട്ട് ഡ്രസ് ചെയ്തിരിക്കുന്ന എന്നോട് കാര്യം വെക്കാൻ പറഞ്ഞാലോ? നിനക്ക് കുറച്ചിലാണെങ്കിൽ വേണ്ട മോനെ. ഞാൻ തന്നെ ഇതിനെ വല്യച്ഛന്റെ തോട്ടത്തിൽ കൊണ്ടുപോയി കെട്ടിക്കോളാം. ഇപ്പൊ നീ ഒരു കാര്യം ചെയ്യ്. ഈ ഫോമുകളൊക്കെ ഒന്ന് ഫില്ല് ചെയ്തിട്ട് ഉടൻ തന്നെ ബാങ്കിൽ കൊണ്ടുപോയി കൊടുക്കണം. ഇന്നെന്തെങ്കിലുമൊക്കെ നടക്കും. അതിനേക്കാളും ഇതാച്ചാ എനിക്ക് എളുപ്പം. ഇത് ഞാൻ ചെയ്തോളാം. അതെന്താണോ, നമ്മുടെ കുടുംബത്തിൽ ഒരു ഫോം ഫില്ല് ചെയ്യാനുള്ള വിദ്യാഭ്യാസം പോലും ഉള്ളവരില്ലേ? അവൻ ഇംഗ്ലീഷ് ഇച്ചിരി വീക്കാ. നമുക്ക് മാനേജർ സെക്രട്ടറി, നമുക്ക് ഒന്ന് നടന്നിട്ട് വരാം. രാവിലെ കഴിച്ചതൊക്കെ രാവിലെ ഞാൻ വീട്ടിൽ നിന്ന് കഴിച്ച പുട്ടുങ്കല്ലേ അവിടെ നിന്ന് ഇറങ്ങിയപ്പോ തന്നെ ദഹിച്ചിട്ടുണ്ടാവും. നീ ചെല്ല. എന്റെ ഫ്രണ്ടിന് ഇത്രയ്ക്ക് ബുദ്ധി ഉണ്ടാവാൻ ചാൻസ് ഇല്ലല്ലോ. സെക്രട്ടറി, എന്റെ വല്യച്ഛന്റെ തെങ്ങിൻ തോട്ടത്തിൽ നിന്ന് നല്ല കരിക്കിട്ട് കുടിച്ചിട്ട് വരാം. വാ പോവാ. തെങ്ങിൻ തോട്ടത്തിൽ കരിക്കാതെ പിന്നെ ഫ്രൂട്ടിയാണ് ഉണ്ടാവുക. സമയം പാഴാക്കാതെ ചെല്ല്. പാടാ. പശുവിനെ പോലെ വലിച്ചടിക്കണ്ട, ഞാൻ അങ്ങോട്ട് വരാം. സെക്രട്ടറി, വെയിലിന് നല്ല ചൂടല്ലേ? ഞാനൊന്ന് കൂളിംഗ് ഗ്ലാസ് ഇട്ടോട്ടെ. എന്റെ കൈ ഫ്രീ അല്ലേ, ഞാൻ തന്നെ വെച്ച് തരാം. ഇവന് പെട്ടെന്ന് ബുദ്ധി എവിടെ നിന്ന് വന്നു? ഇവനൊരു പണി കൊടുക്കണല്ലോ. സെക്രട്ടറി, എന്റെ പാന്റിന് എന്തോ ഒരു സിബുണ്ടോ? എന്ത് വേണേലും ഞാൻ ചെയ്തു തരാം. പക്ഷെ ഈ കാളെ പിടിക്കുന്ന കാര്യം മാത്രം എന്റെ അടുത്ത് പറഞ്ഞു പോകരുത്. എങ്ങോട്ടാ നോക്കുന്നേ? എടി കൊച്ചേ, സ്കൂളിലേക്ക് വരാൻ പറഞ്ഞിട്ട് നീ എന്നെ പറ്റിച്ചല്ലേ? ഞാൻ ആരാണെന്നാണ് ഇതിന്റെ വിചാരം? ഗ്ലാസ് വെക്ക്, എന്നിട്ട് പറയാം. ഇപ്പൊ ഇവറ്റകളെ മേയ്ക്കാനുള്ള എല്ലാ യോഗ്യതകളും നിങ്ങൾക്കുണ്ട്. ഞങ്ങളുടെ യോഗ്യത അവിടെ ഇരിക്കട്ടെ. നീ ആര്, കൊച്ചി രാജാവിന്റെ കൊച്ചുമോളോ അതോ മൈസൂർ രാജ്ഞിയോ? നിന്നെ കണ്ടാലും പശുവിനെ മേയ്ക്കാൻ വന്നവളെ പോലെ തന്നെയുണ്ട്. എന്തിനാ സെക്രട്ടറി ഇതിന് ഇത്രക്ക് ചൂടാവുന്നേ? പിന്നെ ഒരു പീക്കിരി പെണ്ണ് ഇങ്ങനെ ചൂടാവുമ്പോ ആണുങ്ങളായി നമ്മൾ കണ്ടോണ്ടിരിക്കാൻ പറ്റൂ? നിന്റെ പശു എന്റെ കാളയെ നോക്കുന്നു. അയ്യോ, സിഗ്നൽ കൊടുക്കുന്നു. ഇത് ശരിയല്ല. എന്റെ പശുവിനെ നോക്കുന്നത് കണ്ടില്ലേ? കണ്ണടിച്ചു കാണിക്കുന്നത്. എടേ, എന്റെ കാളയെ കുറിച്ച് ചീപ്പായിട്ട് പറയല്ലേ. ഇവൻ ഡീസന്റാ. മാർക്കറ്റിൽ കളറായിട്ട് പശുക്കൾ നിൽക്കുമ്പോ ഇവൻ എത്ര കൺട്രോൾ ആയിട്ട് നിന്നറിയോ? സെക്രട്ടറി, ഈ കാര്യം അങ്ങോട്ട് പിടിക്കേ. നിർബന്ധിക്കണ്ട. ഇനി എന്താ ചെയ്യുന്ന? ശിവശങ്കര പശുവിനെ കൊണ്ട് നമ്മുടെ പ്രസിഡന്റ് കാള ഓടിപ്പോയേ. നിനക്കെങ്കിലും ബുദ്ധി വേണ്ടേ? പശുവിനെ മേയ്ക്കാൻ അവളെ പറഞ്ഞുവിടാ. നിനക്കിട്ട് നല്ലത് തരേണ്ടത്. അത് വിട്ടുകള കൗണ്ടറെ, വെറുതെ പ്രശ്നം ഉണ്ടാക്കണ്ട. കൃഷ്ണേട്ടാ, അവൾ ഈ വീടിന്റെ മഹാലക്ഷ്മിയാ. അരുതാത്ത എന്തെങ്കിലും സംഭവിച്ചാ അകത്തേക്ക് പോ. ചെല്ല്. അല്ല, പശുവിനെ കാണാനില്ലെന്ന് പറഞ്ഞല്ലോ. തിരിച്ചു ഒരു വീക്ക് വെച്ച് വന്നാലുണ്ടല്ലോ. പോയത് ടൗൺ ബസ് ഒന്നുമല്ലോ കൃത്യസമയത്ത് ഇവിടെ തിരിച്ചെത്താൻ. പശുവിനെ കാണാനില്ലാന്ന് പറഞ്ഞ് ഞങ്ങളോട് വിഷമിച്ചിരിക്കുമ്പോ അവന്റെ ഒരു എന്റെ കൃഷ്ണേട്ടാ, എന്നോട് എന്തിനാ എങ്ങനെ മെക്കിട്ട് കയറണേ? നിങ്ങളുടെ പശു ഒരു കാളയുടെ കൂടെയാ ഓടിപ്പോയെന്ന് കേട്ടു. കാര്യങ്ങളൊക്കെ കഴിയുമ്പോ രണ്ടും കൂടി തിരിച്ചു. ഇങ്ങോട്ട് നോക്കണോ, പാവം നമ്മുടെ ശിവശങ്കര കൗണ്ടർ സ്വന്തം പെൺമക്കളെ പോലെയാ പശുവിനെ വളർത്തിയിരുന്നത്. ഇപ്പതേ അതും ഓടിപ്പോയി.